സിറിയൻ ക്രിസ്ത്യൻസിൽ നിന്ന് പെന്തക്കോസ്റ്റിലേക്ക് ഒഴുകിയവർ എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു എന്നും ദളിതർ വിഭാഗത്തിൽ നിന്ന് പെന്തക്കോസ്റ്റിലേക്ക് വന്നവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നും ഇപ്പോൾ ഇവരെല്ലാവരും BJP-യിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുമാണ് ശ്രീ മാത്യു സാമുവേലിന്റെ പരാമർശം. ഇത് ഒരു പരിധിവരെ മാത്രമാണ് ശരി. പെന്തക്കോസ്റ്റിന്റെ ഒരു പ്രത്യേകത, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്താങ്ങികളല്ല അവർ. മാത്രവുമല്ല, പെന്തക്കോസ്റ്റിന്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കണം. അവർ നിത്യജീവൻ മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൗമികമായ വിഷയങ്ങളിൽ അവർക്ക് സ്കൂൾ നിർമ്മാണം വിഷയമല്ല, കോളേജ് നിർമ്മാണം വിഷയമല്ല, ബിസിനസ് സ്ഥാപനങ്ങൾ വിഷയമല്ല. അതുകൊണ്ട് തന്നെ സംവരണം അവർക്കൊരു വിഷയമല്ല. ഇവറ്റകളൊന്നും അവരെ ബാധിക്കാത്തിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ടുന്ന ഒരു ഗതികേട് അവന് വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. എന്ന് വെച്ച് നമ്മൾ ഭരണാധിപന്മാരെ അംഗീകരിക്കുന്നില്ലെന്ന് അതില്ല അതിന്റെ അർത്ഥം. ഭരണങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നും അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ബൈബിൾ പറയുമ്പോൾ മറ്റൊരു മതക്കാരനും ചെയ്യാത്തത്ര ആത്മാർത്ഥതയോടെ ഭരണത്തിന് കീഴ്പ്പെട്ടിരിക്കുകയും ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മറ്റൊരു സമൂഹം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയും.